എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഓ, മാനത്തോയി മുട്ടിട്ട് വന്ന ടൈല് ഹെഡ് ആ മാനത്തോയി തട്ടിയപ്പോ തന്നെ ഞാൻ വിചാരിച്ച ഇത് പുറകോട്ടുള്ള കുതിരക്കുളം പിടിയാണല്ലോ, മുന്നോട്ട് കുതിക്കുന്നല്ലോ. ഞാനിപ്പോ ടോസ് കിട്ടിയാൽ പോലും ആഘോഷിക്കുകയാണ്, അതെങ്കിലും കിട്ടിയാലോ എന്ന്. അയ്യോ, ഓക്കെ ഓക്കെ, അനുഗ്രഹിച്ചിരിക്കുന്നു പറയുമ്പോ. ഫസ്റ്റ് വൺ, എന്റെ അനുഗ്രഹം ഇന്ന് ശരിയാ സത്യമാകുന്നുണ്ടോ ഇല്ലോ നോക്കണം കേട്ടോ. നീ എന്താ അനുഗ്രഹിച്ചത്? വിജയിച്ചു വരാൻ അനുഗ്രഹിക്കും. ആരെങ്കിലും തോറ്റു വരാൻ അനുഗ്രഹിക്കുമോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇവന്റെ അടുത്ത് അനുഗ്രഹം വാങ്ങാൻ പറ്റൂല. ഓക്കെ, ഫസ്റ്റ് വൺ രായൻ. നിന്റെ പണി ഏൽക്കുന്നുണ്ടടാ. രായൻ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കഴിഞ്ഞു, ലോക്കാക്കിയിട്ടുണ്ട്. AR റഹ്മാനാണ് ഇത് മ്യൂസിക് ചെയ്യുന്നത്. നമ്മുടെ ധനുഷാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നായകനും ചോദ്യം ഉണ്ടോ അതിനല്ലേ? ചെറുക്കൻ്റെ പൂന്തുളയായിട്ടായിരിക്കും. എന്തായാലും ജൂൺ 13 സിനിമ റിലീസ്. അത് മാറ്റാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ജൂലൈ 26 ധനുഷിന്റെ ബർത്ത്ഡേ ഡേയിലേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത്രയൊക്കെ നീട്ടിക്കൊണ്ടു പോകുമോ? എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും ചാൻസ് വളരെ കുറവാണ്. എന്തായാലും റൂമേഴ്സ് അല്ലേ. അതെ, അടുത്തത് നടക്കട്ടെ. മൈത്രി മൂവി മേക്കേഴ്സ്. ഓക്കെ, പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു. അയ്യോ, അടിപൊളി കോംബോ. ഒരുമിക്കുന്ന സിനിമ കീർത്തേശ്വരൻ സിനിമ ഡയറക്റ്റ് ചെയ്യും. സിനിമ ഏതോ 2 സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രദീപ് രംഗനാഥന്റെ 2 സിനിമയുണ്ട്, അത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് ചെയ്യും. ഓക്കെ, LIC ഒക്കെ ഉണ്ട്. LIC ഉണ്ട്. പിന്നെ എന്തായിരുന്നു? പിന്നെ വേറെ സിനിമ ഉണ്ടല്ലോ, അതിന്റെ പേര് ഡ്രാഗണോ? ഡ്രാഗൺ. അത് യെസ്. ഓക്കെ, അടുത്ത കിഴി. മദ്രാസ്കാർ, നമ്മുടെ ഷൈൻ നിഗം നായകനാവുന്ന ആദ്യത്തെ തമിഴ് സിനിമ. സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് സരിഗമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്താവുമല്ലേ? എന്തായാലും ഷൈൻ നിഗം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാലാണല്ലേ, ആളിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് മാർക്കോ. മാർക്കോ സിനിമയുടെ ലൊക്കേഷൻ വീഡിയോ. ഇവര് പുറത്തുവിടുന്ന വീഡിയോ എന്തൊരു ക്വാളിറ്റിയാണെന്നറിയോ? ഐറ്റം നമുക്ക് ഇപ്പൊ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാധനം കേട്ടോ. ഐറ്റംസ്. നമ്മുടെ അനിഫാദേനി ലാസ്റ്റ് ചെയ്ത സിനിമ ഉണ്ടല്ലോ, അതിൽ ഈ ഒരു സ്റ്റൈലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. സത്യം, ആ പഴയ വൈബിലേക്ക് വരികയാണ് ആള്. വൈബിലേക്ക് വന്നാൽ അടിച്ചാൽ ഒരു ബമ്പറായിരിക്കും. ഓക്കെ, ഓ ഇതിലെ ലൊക്കേഷൻസാ. മട്ടാഞ്ചേരി പൊളിക്കട്ടെ. ഉണ്ണിമുകുന്ദൻ തകർക്കൂലേ? എന്തായാലും നമ്മുടെ മിഖായിൽ സിനിമയിൽ ആ കഥാപാത്രമാണ് വരുന്നത്. ആ ഒരു ചോര ചീറ്റുന്ന പരിപാടി ഉണ്ടെങ്കിൽ കൊളുത്തും. ഇതിന്റെ ക്യാപ്ഷൻ തന്നെ അതാ, ബ്ലഡ് അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു സാധനം, ഓർമ്മയില്ല, മറന്നുപോയി. ആലോചിക്കാൻ നിൽക്കാൻ പാടില്ല, മറന്നങ്ങ് പറഞ്ഞേക്കാം, മറന്നുപോയി. അടുത്ത കിഴി ദളപതി 69. ആശീർവാദം തിരിച്ചെടുക്കാൻ പറ്റുമോ? അനുഗ്രഹം തിരിച്ചെടുക്കാൻ പറ്റുമോ? ദളപതി 69 ലേറ്റസ്റ്റ് റൂമേഴ്സ്, അതായത് പറഞ്ഞു കേൾക്കുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റ് അപ്പാടെ മാറ്റാൻ പോകുന്നു എന്നതാണ്. സിനിമ ഒരു രാഷ്ട്രീയ സിനിമയായിരിക്കും എന്നുള്ളതായിരുന്നു പുറത്ത് വന്നുകൊണ്ടിരുന്നത്. H. വിനോദാണ് സിനിമ സംവിധാനം ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും H. വിനോദ് തന്നെയാണ് ആളോട് ദളപതി അങ്ങോട്ട് ആവശ്യപ്പെട്ടു വന്നു, അതായത് ഇനിയൊരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് മതിയെന്ന്. ആദ്യം പറഞ്ഞ സ്ക്രിപ്റ്റ് വേണ്ട, ഫ്രഷ് വേണമെന്ന് പറയേണ്ട മുതലാണ് ശരിക്കും വിജയ് അല്ലേ? അതൊരു സത്യം. എന്നോ പറഞ്ഞു തുടങ്ങേണ്ടതാണ്. മാറിയിട്ടേ. അതെ. ഗോഡ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സിനിമയുടെ ഷൂട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പോണ്ടിച്ചേരിയാണ്. ജയറാമിന്റെ പോർഷൻ
ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയറാമിൻ്റെ പോർഷൻസിലെ പോണ്ടിച്ചേരി. ജയറാം ഇല്ലാത്ത സിനിമകളൊന്നും ഇല്ല ഇപ്പോൾ. ഏതാണ്ട് തമിഴിലും മലയാളത്തിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ, കന്നഡയും മലയാളത്തിലേ ഇല്ലാത്തുള്ളൂ സത്യം. ഓക്കെ, അമരാൻ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്കൊരു സുഹൃത്ത് കമൻ്റ് ഇടാറുണ്ട്, കഴിഞ്ഞ തവണ ഈ തെറ്റ് ആവർത്തിച്ചിട്ട് ഈ തെറ്റ് നിങ്ങൾ പറഞ്ഞിട്ട് അത് തിരുത്തി തന്നാണ്, പിന്നെ നിങ്ങളത് ആവർത്തിക്കുമ്പോൾ അത് വലിയ തെറ്റാണ്. അപ്പോൾ അമരൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് സെപ്റ്റംബർ 27 അല്ലെങ്കിൽ ഒക്ടോബർ 2. സെപ്റ്റംബർ 27 സെപ്റ്റംബർ 27 ആണെങ്കിൽ വേറെ ലെവല് ദിവസം കേട്ടോ. അല്ല, അന്നൊക്കെ റിലീസ് ചെയ്താൽ സിനിമ വേറെ ലെവൽ കളക്ഷൻ ആയിരിക്കും. ആര് പറഞ്ഞു? ഒരാളും തിയേറ്ററിൽ ഉണ്ടാവില്ല. എല്ലാവരും ഒരു വലിയ വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് പല സ്ഥലങ്ങളിലായിരിക്കും. അത് ശരിയാ. പിന്നെ അയാള് ഭയങ്കര മാന്യനായതുകൊണ്ട് അയാൾ എല്ലാരും തിരിച്ചു വിടും. അല്ലെങ്കിൽ അയാൾ പറയണം, ഓക്കെ എല്ലാരും പോക്കോ, സിനിമ പോയി കണ്ടു, തിരിച്ചു വെക്കോ. അല്ലാതെ നടക്കൂല. അടുത്തത് ലവ് സ്റ്റോറി. ലവ് ടുഡേ. ലവ് ടുഡേ എഴുതി വെച്ചത് തെറ്റല്ല, എഴുതി വെച്ചത് കറക്റ്റ് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്ത് ചെറിയൊരു തെറ്റ്. നമുക്ക് എപ്പോഴും ലവ് സ്റ്റോറിനോടാണല്ലോ താല്പര്യം, അതുകൊണ്ട്. എന്തായാലും ലവ് ടുഡേ സിനിമയുടെ ഹിന്ദി റീമേക്ക് പൂജ കഴിഞ്ഞിട്ടുണ്ട്. സിനിമയിൽ ജുനൈദ് ഖാനും ഖുഷി കപൂർ. ഇവനെ മുഖത്ത് നോക്കിയാൽ മതി ഏതാ നടിയെന്ന് കിട്ടും. അത്രയ്ക്ക് എക്സ്പ്രഷൻ ആയിരിക്കുന്നു. ഈ സമയത്തൊന്നും വന്നില്ലല്ലോ, അതൊക്കെ കിട്ടുന്നത് കിട്ടിയിട്ടുണ്ട്. ഇവനെ അതായത് എന്താ പറയാൻ പോകുന്നത്, ഇവൻ എന്തിനും എൻ്റെ മുഖത്ത് നോക്കുന്നത് എന്നുള്ളതാണ് ആ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അത് വെച്ച് അവൻ കാൽക്കുലേറ്റ് ചെയ്ത് നടിയുടെ പേര് ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിരിക്കും. കോഴികളുടെ ഒരു പവറേ. ഓക്കെ, അടുത്ത അടിച്ചു മോനെ ബമ്പർ കൽക്കി. നിന്റെ ആശീർവാദം ഇത്രയ്ക്കോ? ഞാൻ വലിയവനാട്ടോ. നീ വലിയവനാണ്, അത് ഞാൻ തിരിച്ചറിയുന്നു. അത് നിനക്ക് ഞാൻ സത്യമായിട്ട് പറയട്ടോ, ഞാൻ ഇവനോട് പോലും പറയാത്തൊരു കാര്യം പറഞ്ഞുതരാം. സുഖം ഇരിക്കട്ടെ. എന്തായാലും വിജയ് നിൽക്കുകയാണെങ്കിൽ സുഖം നിനക്ക് കേട്ട് രസിക്കുകയും ചെയ്യാം. അതായത് ചെറുക്കന് സിനിമ കാണുമ്പോൾ സിനിമയോടുള്ളൊരു രീതിയുണ്ട്. ഓരോരുത്തർക്കും പല രീതിയുണ്ട്. നമ്മൾ പല ആൾക്കാരെ കൂടെ സിനിമ കണ്ടിട്ടുണ്ടല്ലോ. ആൾക്ക് ഈ സിനിമ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു കടുത്ത വാശി ഉണ്ടാവും ഉള്ളിൽ. എന്നിട്ട് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ മനസ്സ് വേദനിക്കുന്നതും ആൾ ഡൗൺ ആവുന്നതും എനിക്ക് കാണാം. ഏത് നടന്മാരുടെ സിനിമയാണെങ്കിലും അതായത് ഒരു രീതിയിലും ബേസ്ഡ് അല്ലാതെ ആ സിനിമയോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, വേറെ ലെവലാണ്. ഞാനും അങ്ങനെ തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഞാനിത് എല്ലാവരിലും കാണാറില്ല. പല ആൾക്കാരുടെ കൂടി സിനിമ, അത് കുറേ മുമ്പുള്ള കാര്യം പറയുന്നത്. ഇപ്പം ഞങ്ങൾ എപ്പോഴും സിനിമ ഒരുമിച്ചാണ് കാണുന്നത്. പക്ഷെ അതിന് മുൻപ് പല ആൾക്കാരുടെ കൂടെയും സിനിമയ്ക്ക് പോകുമ്പോൾ അവരുടെ ഇഷ്ടതാരങ്ങൾക്ക് വേണ്ടി അവർ വാദിക്കുന്നതും, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടാത്ത താരങ്ങളുടെ സിനിമകൾക്ക് വേണ്ടി അവർ പല രീതിയിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഡൗൺ ആക്കുന്നതും, ഇതൊക്കെ നമ്മൾ നേരിടാറുണ്ട്. അതൊന്നും ചെറുക്കനില്ല. നീ വേറെ ലെവലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കലക്കി. സന്തോഷമായി. ജയ നിൽക്കുകയാണ്, സുഖം. നീ ജയിച്ചു, ഇപ്പഴേ നീ ജയിച്ചിരിക്കുന്നു. ഇനി ഇതിനെ കുറിച്ച് എടുക്കണ്ട, നീ ജയിച്ചു കഴിഞ്ഞു. ശരിക്കും അങ്ങനെ ഒരു പാർട്ണർ കിട്ടുന്നത് ഭയങ്കര ലക്കി അല്ലേ? തീർച്ചയായിട്ടും. നീ പറയല്ല, അത് അവര് പറഞ്ഞോളൂ. ഞാനും കൂടി പറയട്ടോ, എനിക്ക് കൂടി ഇല്ല ഒരു പ്രമോഷൻ കൊടുക്കേണ്ടത്. സൂപ്പറാന്ന് പറയണം കേട്ടോ. ഓക്കെ, എന്തായാലും കൽക്കി സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇനി 30 ദിവസം. ഈ പോസ്റ്റർ കണ്ടിട്ട് അതായത് നമ്മൾ കാണാൻ പോകുന്ന ഒരു അത്ഭുതത്തിൻ്റെ തുടക്കമാണെന്ന് തോന്നുന്നു. ലളിയ പോസ്റ്ററാ ഇങ്ങനെയൊക്കെ പോസ്റ്റർ എനിക്ക് തോന്നുന്ന ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ ഒന്നും വന്നിട്ടില്ല. ഐറ്റം കാരണം അതായത് ഇതിന്റെ ഗ്ലിംസ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഗംഭീരമായിരുന്നു, ഒരു സംശയമില്ല. നമ്മൾ അതിന്റെ റിയാക്ഷൻ ഒക്കെ ഇട്ടതാ. അതെ, പക്ഷെ അതുക്കും മേലെ ഒറ്റ പോസ്റ്റർ ഉണ്ട്, വേറെ ലെവല്. നാഗശ്വിൻ അതിലാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ആ ഒരു പേരിൽ തന്നെയാണ് പ്രതീക്ഷ മൊത്തം ഇരിക്കുന്നത്. അതായത് കഴിവ് കൊണ്ട്, ടാലന്റ് കൊണ്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ് നാഗശ്വിൻ. അതുകൊണ്ട് നമുക്ക് ആ ആളിൽ നല്ല വിശ്വാസമുണ്ട്. പ്രഭാസിനെ അങ്ങ് കരുവാക്കിയിട്ട് ചില രീതിയിൽ, അതായത് ചില ഭക്തിയോ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ, ഇപ്പോൾ
നോർത്ത് ഇന്ത്യയിലൊക്കെ വോട്ട് വാങ്ങുന്നില്ലേ, അതുപോലെ ശ്രമിച്ച് സിനിമ ചെയ്യുന്ന ചിലരുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തായാലും രക്ഷപ്പെട്ട് നാഗേഷിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യം. അതെ, രക്ഷപ്പെട്ടില്ലേ കഴിഞ്ഞു. അടുത്തത് ഇന്ത്യൻ സിനിമേന്റെ റീ റിലീസ്. അതായത് ജൂൺ 7 അന്ന് തന്നെയാണ് നമ്മുടെ ഗജനിയും വരുന്നതെന്നാണ് കേൾക്കുന്നത്. അത് അന്നേ ദിവസം തന്നെയാണ് ഇന്ത്യൻ വരുന്നത് കേട്ടോ. ഇതിന്റെ റീ റിലീസ് ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ആ ട്രെയിലർ ഒന്ന് കാണണം. അതിൽ ഓരോ സമയങ്ങളിലും AR റഹ്മാന്റെ ഓരോ സോങ് വരുന്നുണ്ട്. ട്രെയിലർ കണ്ടിട്ടേ കൊടൂര ഓരോ സോങ്ങും എന്തായാലേ. അതിന്റെ മൊത്തത്തില് ആ ഇന്ത്യൻ 2 ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഇന്ത്യൻ സിനിമേന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്ക് അറിയാം. പക്ഷെ എന്നാലും ആ ട്രെയിലറിലേക്ക് ഒരു 3 മിനിറ്റിലേക്കാണ്ട് ഒതുങ്ങി കഴിഞ്ഞ് ഇതെല്ലാം കൂടി അതിന്റെ ഒപ്പം മ്യൂസിക്കും കൂടി അങ്ങ് ചേരുമ്പോ വേറെ ലെവല്, വേറെ വൈബ്. എന്തായാലും ശരിക്കും പഴയ സിനിമകളുടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടോ ട്രെയിലറുകളൊക്കെ. എന്ത് രസമാണ് കാണാൻ, ഭയങ്കര രസമാണ് അങ്ങനത്തെ ട്രെയിലറുകളൊക്കെ. പിന്നെ വേറെ കാര്യം കേട്ടോ, അതായത് ഒരു നൊസ്റ്റു അടിക്കുന്നുണ്ട് ആ സോങ്ങുകളൊക്കെ. നമ്മൾ കാസറ്റിലിട്ട് കേട്ട സോങ്ങുകളാണ് സത്യം. ആ ഒരു വൈബ് അതിനുണ്ട്. അപ്പോൾ അടുത്ത കിഴി. ഓക്കെ ഇതെന്തത്? തല്ലുമാല നീടുണ്ട്, കിഴിമാലേ. നീ തുറക്കലടാ, ഞാൻ തുറന്നിട്ട്. ഓക്കെ, അടുത്ത കിഴി ടർബോ. ഫൈനലി കുറേ ദിവസങ്ങൾക്ക് ശേഷം ടർബോ എനിക്ക് കിട്ടി. അല്ലെങ്കിൽ ഇവനാ കിട്ടാറ് അല്ലേ? കൂടുതൽ എനിക്ക് റിലീസിന് ശേഷം. എന്തായാലും ടർബോ സിനിമയുടെ ഒരു അറബിക് ഇൻ്റർവ്യൂ മമ്മൂക്ക കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 53 സെക്കൻഡ് വീഡിയോ നമുക്കൊന്ന് കാണണം. ആ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും. ഇതൊരു 1.5 വീഡിയോ ആണ്. ആ ഇന്റർവ്യൂ നടത്തുന്ന ഒരാൾ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് ഒരു രക്ഷയില്ല. കാരണം ഇത് വലിയൊരു മെസ്സേജ്, വലിയൊരു മെസ്സേജ് തന്നെയാണ്. ആരും ചിന്തിക്കാത്ത കാര്യമാണ്. അതാണ്. എന്തായാലും മമ്മൂക്കയൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, അതാണ് അയാളുടെ വിജയം. അതാണ് സത്യം. ഇനി വേറെ കാര്യം പറ്റോ, ഏതൊരു മനുഷ്യനാണെങ്കിലും അവനവന്റെ മനസ്സിലൊക്കെ എപ്പോഴും വേണ്ട ഒരു സാധനം അത് തന്നെയാണ്. പക്ഷെ അത് ഇപ്പൊ ഒരാളും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. പക്ഷെ മമ്മൂക്കനെ പോലൊക്കെ ആൾക്കാര് ഇത് ആളുടെ മൈൻഡിൽ അത് എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ എപ്പോഴും അത് ചിന്തിക്കാറുണ്ടെന്ന് ഓർക്കുമ്പോഴാട്ടോ വീഡിയോ. എന്തായാലും നമുക്കൊന്ന് കാണാം. Everyone thinks about different actors. You know, they come to a point where they say, enough. Do you think there'll ever be a point where you say, no, never? I don't feel exhausted, but that will be my last breath. So when you talk about, you know, doing cinema to your last breath, how do you want the world to remember Mammuka? But how long they will remember me? 1 year, 10 years, 15 years? ചോദിക്കുന്ന ആളുടെ don't expect people to remember you till the end of the world. That won't happen to anybody. Great people are remembered very, 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 very less. Only very limited people are remembered. One among thousands of actors. സംസാരിക്കുന്നില്ലേ? More than here. There is no hope for you. Once you are not in the world, how do you know about you? Everybody thinks that they are going to be remembered till the end of the world. No. Because it's so powerful. It's so powerful. ചോദിക്കുന്ന ആള് പോലും ആ ഉത്തരം കേട്ടപ്പോ ഒന്ന് ചിന്തിച്ചു പോയി. ദൈവമേ, ഇത് ശരിയാണല്ലോ. ഇനി ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ഉള്ളൂ, ആരാണെങ്കിലും അങ്ങനെ ഉള്ളൂ. അതായത് മരിച്ചു കഴിഞ്ഞാൽ ഓർക്കുമായിരിക്കും. പിന്നെ ആ അടുത്ത വർഷം ആ മരിച്ച ദിവസം ഇങ്ങനെ എന്താ പറയാ സ്റ്റോറി ആയിട്ടും ഇപ്പത്തെ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഓർമ്മ വരികയായിരിക്കും. അല്ലാണ്ട് ആരും ഓർത്തിരിക്കുന്നു? എത്രയോ പേര് മരിച്ചു പോയിരിക്കുന്നു. ആ ചോദ്യം ചോദിച്ച ആളുണ്ടല്ലോ, ആളുടെ ഉള്ളിൽ അതിന് വലിയ ഉത്തരം പ്രതീക്ഷ ഉണ്ടാവാം. പക്ഷേ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഉത്തരമാണെന്നുള്ളത് ആള് തന്നെ കരുതിയിട്ടുണ്ടാവില്ല. അതൊരു സത്യം. അതാ പറഞ്ഞ സമയത്ത് ആളുടെ മുഖത്തുനിന്ന് അങ്ങ് മാറി ചിരി അങ്ങ് മാറിയിട്ട് സീരിയസ് ആയി. ആൾ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ചിന്തിച്ചു വരുമ്പോ. പക്ഷെ ഈ സാധനം ഒറ്റയ്ക്ക് ഇരുന്ന് പേടിയാവും കേട്ടോ. അതെ, സത്യം കേട്ടോ. ചെറുതായിട്ട് ഉള്ളിലൊരു പേടി തോന്നും. അയ്യോ സത്യമാണല്ലോ എന്നുള്ളത് നമുക്കും കൂടി ഉള്ളിലേക്ക് തരികയാണ്. എന്താണെങ്കിലും അടുത്തേക്ക് ഗ്യാങ്സ് ഓഫ് ഗോദാവരി സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ്. മെയ് 31 സിനിമ റിലീസിന് എത്തുന്നത് കേട്ടോ. എടാ ഇറങ്ങിപ്പോടാ. പിന്നെ അത് തന്നെ പറഞ്ഞു നമ്മൾ. പിന്നെ നിനക്ക് വേണോ? വേണ്ട, നീ തന്നെ വെച്ചോ. കയ്യിലില്ലെങ്കിൽ വേണ്ട, ഒരു കുഴപ്പമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ. എൻ്റെ കയ്യിൽ കുറേ ഓക്കെ ഉണ്ട്, വേണമെങ്കിൽ ആവശ്യപ്പെടാം, കമന്റ് ഇട്ടാൽ മതി, ഞാൻ തരാം. എല്ലാവർക്കും തരും. തഗ് ലൈഫ്
കുഴപ്പമില്ല, പോട്ടെ. നിനക്ക് വിജയം ഞാൻ നിനക്ക് നിന്റെ ആശീർവാദം ഏറ്റടാ. അതാണ് പറഞ്ഞത്, വിജയം ഞാൻ നിനക്ക് നേരത്തെ തന്നതാ. ഓക്കെ, നല്ല മനസ്സോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് സംഭവിക്കുള്ളൂ എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ കിഴി. ചെറിയ സങ്കടമൊക്കെ ഉണ്ട്, സങ്കടമുണ്ട്, പക്ഷെ കണ്ണിലൂടെ അല്ല വെള്ളം വരുന്നത്, ദേഹത്തു കൂടി വേർത്ത് തീർക്കുക. കണ്ണി കൂടി ഒരിക്കലും കരയാൻ പാടില്ലല്ലോ. അതെ, ശരീരമാണ് കരയുന്നത്, കണ്ണ് ഒഴിവാക്കിയിട്ട്. ഓക്കെ, എന്തായാലും സിനിമയിൽ നമ്മുടെ ജയം രവി ചെയ്യേണ്ടിയിരുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ അശോക് സെൽവനാണ്. ആള് സിനിമയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആളുടെ പോർഷൻസ് ഒക്കെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, ഓക്കെ, ഓക്കെടാ. അടുത്ത കിഴി. ഓക്കെ, മമ്മൂട്ടി ഗൗതം മേനോൻ മൂവി. എന്നാലും ഒരു മമ്മൂട്ടിക്കിടി നിനക്ക് ഉണ്ടാവും. നീ വിജയിനെ എടുത്തു, ഞാൻ വിജയിനെ എടുത്തു. നീ മമ്മൂട്ടിനെ എടുത്തു, ഞാൻ മമ്മൂട്ടിനെ എടുത്തു. ശരി, നീ കൽക്കീനെ എടുത്തു, പക്ഷെ എനിക്ക് അതിന്റെ മുകളിലേക്ക് ഒന്നും പൊന്തിയില്ല എടുക്കാൻ, അതാണ് പറ്റിപ്പോയത്. ഓക്കെ, എന്താണെങ്കിലും മമ്മൂട്ടി ഗൗതം മേനോൻ സിനിമയുടെ പൂജ ജൂൺ 1 ചെയ്യും. ജൂൺ 1 ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, റൂമേഴ്സ് ആണ്. മേ ബി ഉണ്ടാവാൻ ചാൻസും ഉണ്ട് കേട്ടോ. ചെറിയ ഗ്യാപ്പേ ഉള്ളൂ, ആ ഗ്യാപ്പിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഗൗതം മേനോൻ മമ്മൂട്ടി ഒരു ബൈലിംഗൽ മൂവിയാണ്. തമിഴിലും മലയാളത്തിലുമായിട്ട് ചെയ്യുന്ന സിനിമ. നായിക നാൻതാരയാണെന്നുള്ളതാണ് ഇതുവരെയുള്ള സൂചന. മേ ബി മാറിയേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. എനിക്ക് മനസ്സിലായ കാര്യം, ഇടയ്ക്കിടയ്ക്ക് നിന്നെ സുഖിപ്പിച്ചാൽ കിഴി എൻ്റെ കൂടെ പോരും. അല്ല, ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് ഞാനും കൂടി വിചാരിക്കണം. ആണല്ലേ? അല്ല, നിനക്ക് സൂചിച്ചാൽ പോരെ, അപ്പൊ നീ വിചാരിക്കുമല്ലോ. അല്ല, ഞാൻ അങ്ങനെ പറയാൻ പറ്റൂല. ഓക്കെ, ശരി.